ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സാബുദാന കിച്ചടിയാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ സാബുദാന എന്ന് പറയുന്നത് നമ്മുടെ ചൗവരിയാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് ചൗവരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. 4 മണിക്കൂറാണ് കുതിർത്ത് വെച്ചിട്ടുള്ളത്. വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചൗവരി എത്ര എടുത്തിട്ടുണ്ടോ ആ അളവിൽ തന്നെ വെള്ളം ഒഴിക്കുക. അതായത് 1 കപ്പ് ചൗവരി ആണെങ്കിൽ 1 കപ്പ് വെള്ളത്തിലാണ് ഇത് കുതിർത്ത് വയ്ക്കേണ്ടത്. 1 ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞത്, 1/2 ചെറുനാരങ്ങ, കപ്പലണ്ടി നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. വറുത്ത കപ്പലണ്ടി തൊലി കളഞ്ഞിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത്. പച്ചമുളക് ഒരെണ്ണമാണ് എടുത്തിട്ടുള്ളത്, അത് ചെറുതാക്കി അരിഞ്ഞതും, കുറച്ച് മല്ലിയിലയും, ആവശ്യത്തിന് ഉപ്പും, ഓപ്ഷണലാണ് പഞ്ചസാര, പിന്നെ ജീരകം 1/2 ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. 1/2 ടീസ്പൂൺ ജീരകം ചേർക്കാം. ജീരകം ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലോട്ട് 1 ഉരുളക്കിഴങ്ങ് ചെറുതാക്കി അരിഞ്ഞതും ചേർക്കാം. ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കപ്പലണ്ടി തൊലി കളഞ്ഞത് ഇതിലോട്ട് ചേർക്കാം. കപ്പലണ്ടി ഞാനിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച്, പിന്നെ കുറച്ച് നമ്മുടെ മുഴുവൻ കപ്പലണ്ടി ആയിട്ട് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അതും കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ കുതിർത്ത് വെച്ച ചൗവരിയും കൂടി ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മല്ലിയില ചെറുതാക്കി അരിഞ്ഞതും 1/2 ചെറുനാരങ്ങയുടെ നീരും പിഴിഞ്ഞൊഴിക്കാം. അപ്പോൾ നമ്മുടെ സാബുദാന കിച്ചടി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.